ബുക്ക് വായിച്ചതിൻ്റെ അത്രയും അങ്ങോട്ട് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് അത്യുജ്വലമാണ്. പിന്നെ ഇടയ്ക്ക് സോങ് ഇച്ചിരി ഇമോഷണൽ ആക്കി. അത് ഇച്ചിരി വേണ്ടായിരുന്നു. ഒരു മാസ് മൂവിയായിരുന്നു. ഏതാ? ആടുജീവിതം. ആ പുള്ളിയെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ആ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആടുജീവിതം കിടിലം പോസിറ്റീവ് റെസ്പോൺസും ഹൗസ്ഫുൾ ഷോസൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ബ്രോ ആടുജീവിതം നോവൽ വായിച്ച ഓഡിയൻസിൻ്റെ കുറച്ച് റെസ്പോൺസ് എടുക്കാമോ, അവർക്ക് എങ്ങനെയാണ് നോവൽ വായിച്ചതിൻ്റെ മുകളിൽ ഫീൽ സിനിമ കണ്ടപ്പോൾ കിട്ടിയോന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്നാലും രണ്ടാമത്തെ ദിവസം ആടുജീവിതം കാണാൻ എത്തിയവരോട്, നോവൽ വായിച്ചവരോടൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ റിവ്യൂലേക്ക്. അടിപൊളി പടം, ഉഗ്ര പടം. അതായത് പൃഥ്വിരാജിൻ്റെ ഏറ്റവും സൂപ്പർ. അതായത് ബ്രസി അത് അടിച്ചു പൊളിച്ചേക്കാം. ഈ കഥയൊക്കെ അറിയാമായിരുന്നു? കഥ ഞാൻ വായിച്ചായിരുന്നു, കൊറോണ സമയത്ത് വായിച്ച പുസ്തകമായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? നമുക്കെന്ന് പറഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത്രയ്ക്ക് വ്യൂവാണ്. ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് അത്യുജ്വലമാണ്, ഭയങ്കരമാണ്. ആ വായിച്ച ഫീൽ തന്നെ കിട്ടി? അതോ അതിനപ്പുറമാണ് നമുക്കത്. അത് നമ്മൾ അതുമായിട്ട് അങ്ങ് ഇതിൽ ചേരുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. നോവൽ വായിച്ചതാണോ? നോവൽ വായിച്ചതാ. വായിച്ചിട്ട് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? നല്ല രസമുണ്ട് കാണാൻ. വായിച്ച അതേ ഫീലൊക്കെ കിട്ടി? അതിലേം കാട്ടിലും പൃഥ്വിരാജിന്റെ മേക്ക് ഓവർ ഒക്കെ എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ടു? ആടുജീവിതം ബുക്ക് വായിച്ചതാണ്? ബുക്ക് വായിച്ചതാ. ആ വായിച്ചത് ഇന്ന് കണ്ടപ്പോ എങ്ങനെ തോന്നി? വായിച്ചത് നല്ല ഫീൽ കിട്ടി. പിന്നെ ഇടയ്ക്ക് സോങ് ഇച്ചിരി ഇമോഷണൽ ആക്കി. അത് ഇച്ചിരി വേണ്ടായിരുന്നു. അത് ഇച്ചിരി കുറയ്ക്കണമായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് മേക്കിങ്ങും? സൂപ്പറായിരുന്നു. പൃഥ്വിരാജ് സൂപ്പർ. ഓക്കെ, കണ്ട ഇമോഷണൽ ആവും. ഇമോഷണൽ നല്ല അടിപൊളിയായിരുന്നു. ഫുൾ ഒരു മാസ് മൂവിയായിരുന്നു. ഏതാ? ആടുജീവിതം. മാസമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കാരണം പൃഥ്വിരാജിൻ്റെ ഒരു വെറൈറ്റി ഇതായിരുന്നു. മാസമായിട്ടാണോ തോന്നിയത്? മാസമായിട്ടാണ് തോന്നുന്നത്. കാരണം പടത്തിൽ കൂടുതൽ കുറച്ച് നാൾ റിസ്ക് എടുത്താണ് എൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പൃഥ്വിരാജ് പോയത്. ബോഡി വെയിറ്റ് കുറച്ച്. ഞാൻ ഓൾറെഡി ഒരു ഫിലിം ആക്ടറാണ്. ഓക്കെ, ബുക്ക് വായിച്ചതിൻ്റെ അത്രയും അങ്ങോട്ട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. കുറേ കാര്യങ്ങളുണ്ട്. ആടുകൾക്ക് പേരിടുന്നത്, പ്രസവം എടുക്കുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ മൊമെന്റ്സ് ഇല്ല ബുക്കിൽ. അതുപോലെ തന്നെ അവസാന ജയിലിലെ കാര്യങ്ങളും ഷോർട്ടായിട്ടല്ലേ കാണിക്കാൻ പറ്റും. അതിൽ പറയുന്നുണ്ട് ഈ മരുഭൂമിയിൽ അനുഭവിച്ചതിനെക്കാട്ടിയും തോനെയാണ് 3 മാസം. പക്ഷെ അതൊന്നും സിനിമയ്ക്കകത്ത് ടൈമിൻ്റെ കൊണ്ടായിരിക്കും. പക്ഷെ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. പൃഥ്വിരാജിന് എന്തായാലും ഒരു അവാർഡ് ഉറപ്പാണ്. മൊത്തത്തിൽ മൊത്തം ഇമോഷനും വന്നില്ല എന്നാണോ? അത് എങ്ങനെയാണ്? ഇമോഷനും അത് അവരുടെ കുറ്റമല്ല. കാരണം ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഒരു 3 മണിക്കൂറിനകത്ത് ഒരാളൊരു 5-6 വർഷം അനുഭവിച്ച കാര്യങ്ങൾ കാണിക്കുന്നതിനുള്ള ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും. എന്നാലും മാക്സിമം കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോവലിനോട് നീതി പുലർത്തി എന്ന് പറയാം. ഒരു 80% നീതി പുലർത്തി എന്ന് പറയാം. അടിപൊളി പടം. അയാളുടെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല പടമാണ്, കൊള്ളാം. ആ ഫീല് ഫുള്ള് കിട്ടി. പിന്നെ നമുക്ക് ഒരുപാട് വിഷമവും ആ പുള്ളിയെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ആ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പൃഥ്വിരാജിന്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? വേറെ ലെവലായിട്ടുണ്ട്. ഒരു തലത്തിലോട്ട് കടന്നിട്ടുണ്ട് പുള്ളി. അവാർഡൊക്കെ ഉറപ്പാണ്. ഓക്കെ, കാണാത്തവർക്കൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അല്ല, ബുക്ക് വായിക്കാത്തവർക്ക് എനിക്ക് തോന്നുന്നു ബുക്ക് വായിച്ചുകൊണ്ടായിരിക്കും എനിക്ക് കുറേ കണക്റ്റ് ആയെന്ന് തോന്നുന്നു. ബുക്ക് വായിച്ചിട്ട് വന്ന് സിനിമ ആണെന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ.